ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ടിട്ട് വറ്റിച്ചിട്ടുള്ള നല്ല അടിപൊളി മീൻ കറിയാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു മീൻ കറി ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നാളികേരപ്പാലൊന്നും ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടിയായിട്ടുള്ള മസാലയാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കലക്കി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കറിയാക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ പൊടികളും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് കാണിച്ചത്. അങ്ങനെ നമ്മൾ കട്ടിക്ക് മസാല കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 15 മിനിറ്റ് കുടംപുളി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ നന്നായി കുതിർന്ന് വരും ചെയ്യും. നമുക്ക് കറിയിലോട്ട് നന്നായിട്ട് ആ ഒരു പുളിയൊക്കെ ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും അതുപോലെ ഒരു കുറച്ച് 1/4 ടീസ്പൂണേക്കാൾ കുറവ് ഉലുവ കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ചുവന്നുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട്, ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. ചുവന്നുള്ളി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറിക്ക് കിട്ടുക. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ ആ ഒരു ടേസ്റ്റൊക്കെ വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പൊടികളൊക്കെ നന്നായി മൂത്ത് വരണം, എന്നാൽ മാത്രമാണ് കറിക്ക് നല്ലൊരു സ്വാദ് ഉണ്ടാവുമായിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മിക്സിൻ്റെ നമ്മുടെ ഉള്ളിയൊക്കെ കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് നന്നായിട്ട് മൂത്ത് വരണം. ആ മൂത്ത മണം നമുക്ക് വരും. അതുവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 5 കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ആ മസാലയായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും മീതിയും മസാലയൊക്കെ നന്നായി പിടിക്കും. എന്നിട്ട് അതിങ്ങനെ യോജിപ്പിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ മീൻ കിടക്കുന്ന കഷ്ണത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് 15 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിള വന്നിട്ട് മീനൊക്കെ നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് കയ്യിൽ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് അതിൻ്റെ പാത്രത്തിൻ്റെ 2 സൈഡും പിടിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ചാറാവുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ചാറൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മീൻകറിയൊക്കെ നന്നായി അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഈ ഒരു മീൻകറി എന്ന് പറയുന്നത് കുറച്ച് നേരം ഇരിക്കും തോറാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരിക. ആ മീൻ കഷ്ണത്തിൻ്റെ മീതയ്ക്കൊക്കെ എരിവും പുളിയൊക്കെ പിടിച്ച് നന്നായി സെറ്റ് ആവണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.